ഒരു വഴിക്ക് പോണ വഴിക്കാണ് നമ്മളെ ചെക്കനെ ലിഫ്റ്റ് ഒഴിച്ച് തന്നത്. ചെക്കൻ ലിഫ്റ്റ് വെച്ചപ്പോൾ കൊടുക്കാണ്ടിരിക്കാൻ നമുക്ക് മടി വന്നില്ല. നമ്മളങ്ങനെ ചെക്കനായിക്കോട്ടെ നേരെ വിട്ട് അശ്വലിന്റെ വീട്ടിലേക്ക്. അശ്വലിന്റെ വീട്ടിലെത്തിയപ്പോൾ അശ്വല് ഷൂ ഇട്ടാന്ന്. ഷൂ ഒക്കെ ഇട്ടെന്നെ നോക്കിയിരിക്കാൻ എനിക്കൊന്നും വയ്യ. നമ്മളങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച അത് വല്ലാത്തൊരു സത്യമായിരുന്നു. അതാണ് അതിന്റെ സത്യം. അപ്പോഴാണ് മനസ്സിലായത്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ആ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഹെൽമെറ്റ് മേടിക്കണം. ഹെൽമെറ്റും മേടിച്ച് നമ്മൾ നേരെ വിട്ടിട്ടാ വേറെ എടുക്കല്ലേട്ടാ, നമ്മുടെ സ്വന്തം തിരൂര് പഴയ മാതിരി തന്നെ. എപ്പോഴും നമ്മൾ തിരൂർക്ക് പോകാറുണ്ട്. തിരൂര് പോയില്ലെങ്കിൽ ഒരു സുഖമില്ലേ, അത്രേ ഉള്ളൂ. ചെക്കൻ്റെ മെയിൻ സ്പോട്ടിന് അവിടെയാണ്. അങ്ങനെ നമ്മൾ നേരെ ഒരു കടയ്ക്ക് എത്തി. കടയെത്തിയത് ഓർമ്മയുള്ളൂ, ആ സാധനം അവിടെ ഇല്ല. ലാസ്റ്റ് ഫൈനലി ഗോട്ട് ഇറ്റ്. പക്ഷേ കുറേ കരയാണ്, എനിക്ക് കുട്ടികൾ കളിക്കണ ഫോം വേണം. ലാസ്റ്റ് ആ ഫോൺ കൊടുത്തപ്പോൾ ഓൻ്റെ കരച്ചിലൊക്കെ നിർത്തിയിട്ടാ. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ പോയിരുന്നത് എവിടെ, തിരൂർ മാർക്കറ്റിൽ പോയിരുന്ന കുറേ നേരം പോസ്റ്റേ കഴിച്ചാണ് ഈ കാണുന്നത്. ആ പരിപാടിയൊക്കെ നേരെ വിട്ട് ചായ കുടിക്കാൻ. ചായ ഈസ് ഇമ്പോർട്ടൻറ്റ് മൈ ലൈഫ് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒന്നല്ല കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മളെ വീഡിയോ അതിൻ്റെ പേര് ടൈം ആയി എന്നാണ് ആ സത്യം. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.